ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കറികളൊന്നുമല്ല, നല്ല അടിപൊളി ഒരു പലഹാരമാണ്. പച്ച പപ്പായ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. എന്താണെന്നല്ലേ, പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പച്ച പപ്പായ വെച്ചിട്ട് എങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കാമെന്നല്ലേ, നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കേട്ടോ. നമുക്ക് രാവിലെ ആയാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും അതുപോലെ ഈവനിങ് സ്നാക്ക് ആയിട്ടായാലും ഒക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമാണ് ഈ ഒരു പപ്പായ പത്തിരി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്, പച്ച പപ്പായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം, ഒത്തിരി കട്ടിയൊന്നും പാടില്ല. അതായത് ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള പപ്പായയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് 1/4 കപ്പ് നാളികേരം ചിരകിയത്, ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കൈ വെച്ചൊന്ന് തിരുമ്മി എടുക്കണം. എല്ലാം നന്നായിട്ട് യോജിക്കുന്ന വിധത്തിൽ നന്നായി തിരുമ്മി എടുക്കുക. അങ്ങനെ തിരുമ്മി എടുത്തതിന് ശേഷം നമുക്കതിലോട്ട് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്തരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആ പപ്പായയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ കുറേശ്ശെ ഇറങ്ങിയിട്ടുണ്ടാവും, അതൊക്കെ നന്നായിട്ട് ആ അരിപ്പൊടിയായിട്ട് യോജിപ്പിക്കുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി ലൂസായിട്ടല്ല മാവ് വേണ്ടത്, എന്നാൽ ഒത്തിരി തിക്കായി പോകാനും പാടില്ല കേട്ടോ. ആ രീതിയിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കുക. നന്നായി തിരുമ്മി കുഴച്ചെടുക്കണം, കാരണം ഓൾറെഡി ആ പപ്പായയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ എല്ലാം കറക്റ്റ് ആവുന്ന വിധത്തിലാണ് നമ്മൾ ആ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നന്നായി തിരുമ്മി കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കണ്ടില്ലേ, ഒത്തിരി തിക്കും അല്ല എന്നാൽ ഒത്തിരി ലൂസും അല്ലാത്ത ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ റവയാണ്. ഞാൻ വറക്കാത്ത റവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ റവ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ആ വെള്ളം നനവൊക്കെ അതിലേക്ക് കറക്റ്റായിട്ട് വരും. നമുക്ക് ഇങ്ങനെ കയ്യിലൊന്ന് നല്ല സോഫ്റ്റായിട്ട് കയ്യിലിങ്ങനെ കുഴയ്ക്കാൻ പാകത്തിനുള്ള ഒരു പരുവാണ് വേണ്ടത് കേട്ടോ. നമുക്കിങ്ങനെ ബോൾ പോലെ ഇങ്ങനെ കുഴയ്ക്കാനായിട്ട് പറ്റണം. ആ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കി എടുക്കണം. എന്നാൽ ഒത്തിരി തിക്കായി പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഉപ്പ് തീരെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ അത്ര ടേസ്റ്റ് തോന്നില്ല. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ, തേങ്ങാപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. അതിൽ പപ്പായം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കയ്യിലിങ്ങനെ ജസ്റ്റ് കുഴയ്ക്കുകയും ചെയ്യണം, എന്നാൽ നല്ല സോഫ്റ്റും ആയിരിക്കണം. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാഴയിലയാണ്. വാഴ കിട്ടാനില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിലായാലും നമുക്ക് ഈ ഒരു സംഭവം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല പോലെ അതിലൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മാവിൽ നിന്നും ഒരു വലിയ ഉരുള മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ച് ജസ്റ്റ് റോൾ ചെയ്ത് നമ്മൾ അടയൊക്കെ പരത്തില്ലേ, അതേപോലെ നമുക്ക് ഇലയിൽ അതൊന്ന് പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് വേണ്ടോ നമ്മളിത് മാവ് പരത്തിയെടുക്കാനായിട്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ചൂടാക്കി എടുക്കുക. പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പത്തിരി ഇലയോട് കൂടിയിട്ട് അതിലേക്ക് ഇങ്ങനെ കമഴ്ത്തിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഇല എടുക്കരുത്, 1 മിനിറ്റ് അതൊന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം പതിയെ നമുക്ക് ഇല അതിൽ നിന്നും അടർത്തിയെടുക്കാം. എന്നിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. അപ്പോൾ അതിന് മുകളിൽ വെളിച്ചെണ്ണ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. നമുക്ക് അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് 2 ഭാഗവും ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് ഏറ്റവും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നിയത് നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ. നല്ല മധുരമുള്ള കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ പപ്പായ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഇങ്ങനെ പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒത്തിരി ഇഷ്ടത്തോടെ കഴിക്കും അത്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.